ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത്. സുധീർ ഖാൻ എന്ന് പറഞ്ഞ ഇക്കാനെ കാണാനാണ്. ഇക്കാക്ക് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇക്കയുടെ വൈഫ് പോയതാണ്. ബന്ധമൊക്കെ ഇപ്പം വേർപെട്ട് മക്കളുണ്ട്, പക്ഷെ മക്കളുമായിട്ട് അങ്ങനെ ബന്ധങ്ങളൊക്കെ കുറവാണ്. മക്കളിപ്പം വേറെയാണ്. പുള്ളി ഒറ്റക്കാണ് ഇവിടെ താമസം. ഉമ്മ ഉണ്ടായിരുന്നു, ഉമ്മ മരണപ്പെട്ടതാണ്. തൊട്ടടുത്ത് തന്നെ ബ്രദറിൻ്റെ വീട് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന തറവാട് വീട് കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ അവരുടെ പേരിലേനും അങ്ങനെ അത് കേസിലായി. അങ്ങനെ ഇപ്പം ഇല്ല. ഇപ്പോൾ പുള്ളിയുടെ പേരിലിപ്പോൾ ആ വീട് ഇല്ല. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പം പുള്ളിയുള്ളത്. ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെയൊക്കെ ഓരോന്ന് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പള്ളി നിസ്കരിച്ച് അപ്പോൾ അവിടെ നിന്നാണ് വയ്ക്കാനൊക്കെ കണ്ടത്. അവിടുത്തെ പള്ളിയിലെ കത്തീബും കാര്യങ്ങളും അതിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരാ. അപ്പോൾ അവരൊക്കെ വന്ന് പറഞ്ഞ് നമ്മൾ പലയിടത്തിലും വീഡിയോ എടുക്കാൻ പോയിക്കെങ്കിലും ഒരു അന്വേഷണമൊന്നും ഞാൻ അവിടെ നിന്ന് നടത്തലൊന്നും ഇല്ല. നമ്മൾ വീഡിയോ എടുക്കും, ബാക്കി നിങ്ങൾ അന്വേഷിച്ച് നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോരലാണ്. ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പള്ളിയിലെ അത്തീബും അവരൊക്കെ പറഞ്ഞ് അത്രയും വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരാളോട് പറയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അത്രയും നല്ല മനുഷ്യനാണ്. ഒരു ജമാഅത്ത് ഒഴിവാക്കൂല. എല്ലാം മഴയും കാറ്റും വെയിലും എന്ത് പ്രതിസന്ധി ആയാലും ജമാഅത്തിന് വരുമെന്ന് പറഞ്ഞു പള്ളിയിൽ നിന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വധു വരട്ടെ. ഇനി വരുന്ന ഒരാൾ നല്ലൊരാളാവട്ടെ കേട്ടോ. ഒരുപാട് വർഷം ഹാപ്പി ആയിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റട്ടെ. നമുക്ക് മൂപ്പരെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കേട്ടോ സുധീർ ഖാൻ. എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്, നല്ല വിശേഷം. അപ്പോൾ ഇവിടെ ചെറിയ റോഡ് സൈഡിൽ തന്നെയാണ് കടയും വീടും കൂടി ആയിട്ടാണ് അല്ലേ? ഇപ്പോൾ ചെറിയ കച്ചവടമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എത്ര വർഷം നിങ്ങൾ ഗൾഫിലുണ്ടായിരുന്നേ? ഞാൻ 15 കൊല്ലം ഉണ്ടായിരുന്നു. 15 വർഷം. 15 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ ഇപ്പം നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത്. അവിടെ ഏകദേശം എല്ലാ ഐറ്റംസും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവർ തന്നെ സ്വന്തം ബിൽഡിങ്ങും കാര്യമാണ്. പിന്നെ ഇതാ വീട്ടിലാണ് താമസം. ബാക്ക് കണ്ടില്ലേ വീട്, ഇതിൻ്റെ മുകളിലും ഉണ്ട് അല്ലേ? റൂമുണ്ട്. പിന്നെ അല്ലാതെ 2 റൂം. നിങ്ങൾ എത്ര മക്കളാ? നമ്മൾ 3 പേര്. ഞാൻ രണ്ടാമത്തത്. പിന്നെ നേരത്തെ വന്നില്ലേ, അത് കാക്കയാണ്. പിന്നെ എൻ്റെ ഇളയതൊരാളുണ്ട്, അദ്ദേഹം സൗദിയിലാണ്. അവരെവിടെയാണ് താമസം? അവർ താമസം കുടുംബം ഇതാണ്. പിന്നെ വൈഫിൻ്റെ അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോകണം. ഇക്കയാണ് തൊട്ടപ്പുറത്ത് കട അല്ലേ? പലചരക്ക്. ജ്യേഷ്ഠൻ്റെ പലചരക്കട അല്ലേ? അതെ. അപ്പോൾ ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞു വൈഫ് അങ്ങനെ വേർപെട്ടതാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പം എത്ര വർഷമായി? ഇപ്പോഴ് 5 കൊല്ലമായി. 5 കൊല്ലമായി അങ്ങനെ പോയിട്ടില്ല? 5 കൊല്ലമായി. അപ്പോൾ നിങ്ങൾ ഗൾഫ് ഇപ്പോൾ ഒഴിവായിട്ട്? ഞാൻ ഇത് ഈ സംഭവം അറിഞ്ഞതുകൊണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ് ചെയ്തത്. പിന്നെ കേസും കാര്യങ്ങളും കോടതിയും ഡിവോഴ്സിലാണ്. ഇക്കാക്ക് ഇപ്പോൾ എത്ര വയസ്സായി? എനിക്കിപ്പോൾ 45. 45. ഇപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരമൊന്നും പ്രശ്നമില്ല. നല്ലൊരു ആളായാൽ മതി അല്ലേ? അതായത് നമസ്കാരവും കാര്യങ്ങളൊക്കെ വേണം. ദീനി ബോധമുള്ള ഏതെങ്കിലും ഒരു അതെ ദീനി ബോധം വേണം. പിന്നെ നമുക്കിപ്പോൾ ആർപ്പാടൊന്നും ലളിതമായിട്ടുള്ളൊരു ജീവിതം അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. നിങ്ങൾക്കൊരു എത്ര വയസ്സ് വരെ പറ്റുമോ? എനിക്കിപ്പോൾ 45 വയസ്സായി. ഒരു 40 വരെയൊക്കെ നോക്കാം. അപ്പോൾ നമുക്കൊരു 40 വയസ്സ് വരെയുള്ള ഡിവോഴ്സ് ആയതോ അല്ലെ ഭർത്താവ് മരിച്ചതോ ആയതൊക്കെ നമുക്ക് സ്വീകരിക്കാം. മക്കൾ ബാധ്യത ഇല്ലാത്ത കേട്ടോ. മക്കളിപ്പം ഭർത്താവിൻ്റെ കൂടെ അങ്ങനെ ഒന്നും വിഷയമില്ല. ബാധ്യത ഇല്ലാത്തതായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി ഒരു കല്യാണം കാര്യമെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഗൾഫിനെ കുറിച്ച് ഒന്നുകൂടി പോകുന്ന കാര്യമൊക്കെ മനസ്സിലുണ്ട് അല്ലേ? ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഭയങ്കര ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി ഭയങ്കര ഡൗൺ ആണ്. ഇപ്പോൾ ഒറ്റക്കാണ് ഇവിടെ വീട്ടിൽ. അത് ഭയങ്കര അവസ്ഥയാണ്. ഉമ്മ ഉണ്ടായിരുന്നു, മരണപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മലബാർ സൈഡായാലും ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കൊല്ലത്തേക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന. കൊല്ലം എന്ന് പറയുമ്പോൾ ഇത് തിരുവനന്തപുരം കൊല്ലത്തിൻ്റെ ബോർഡറാണല്ലേ ശരിക്കും? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയാൽ തിരുവനന്തപുരം. 1/2 കിലോമീറ്റർ പോയാൽ നമ്മളെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ പോയാൽ തിരുവനന്തപുരം ജില്ലയായി അല്ലേ? അത് ശരി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു സമാധാനമായിട്ടുള്ള ഒരു ലൈഫ്, നല്ലൊരു പാർട്ട്ണർ അങ്ങനെ അന്വേഷിക്കുന്നവരാണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. കാരണം പള്ളിയിൽ നിന്നായാലും ഒക്കെ അയക്കാനെ കുറിച്ച് അത്രയും പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇപ്പോൾ കത്തീബും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ഈ നാട്ടിലുള്ള പലരും ഇക്കാക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണെന്ന് അത്രയും ആഗ്രഹിക്കുന്നതാണ്. അതായത് നമുക്കൊരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന അല്ലേ? അതെ, നമ്മളായിട്ട് ഒത്തുപോകാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരാളെയാണ് കണ്ടെത്തേണ്ടത്.
അപ്പോൾ ഇനി ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഇനിയുള്ളത് നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കണം. അതിന് നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ സംതൃപ്തിയായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ തന്നെ വരട്ടെ. പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല. നല്ല ദീനിയായ മനുഷ്യനാണ്. ഒരു വക്തും ജമാഅത്ത് മിസ്സാക്കാത്ത ആളാണ്. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളും ഒത്തലുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ട്ണറെ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യ വിവാഹമാണെങ്കിലും ഓക്കെയാണ്. സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളെല്ലാം കൊണ്ട് കല്യാണം വൈകിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് സ്വീകരിക്കാം. ഇനി അല്ലെങ്കിൽ ന്യായമായ കാരണങ്ങളാണെങ്കിൽ ഡിവോഴ്സ് നോക്കാം. ഭർത്താവ് മരിച്ചാണെങ്കിൽ നോക്കാം. ബാധ്യത ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ദൂരം പ്രശ്നമില്ല. വരുന്ന പെൺകുട്ടിക്ക് ദൂരം വിഷയമല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് ദൂരം നിന്നൊക്കെ കൊല്ലത്തേക്കൊക്കെ ഒരുപാട് ആൾക്കാരെ കെട്ടിച്ച് കൊണ്ടുവരും. ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ച് കൊണ്ടുപോയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ. ദൂരമൊന്നും ആരും നോക്കുന്നില്ല. വാഹന സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുണ്ട്. എത്ര വട്ടം നിങ്ങൾ എത്തും. അങ്ങനത്തെ ഒന്നും വിഷയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കോൺടാക്റ്റ് ആക്കി കേട്ടോ. പിന്നെ നല്ല രീതിയിൽ അന്വേഷിക്കണം. തീർച്ചയായിട്ടും എനിക്ക് കോൺഫിഡൻസ് പറയാൻ പറ്റും. നിങ്ങൾ പുള്ളീനെ കുറിച്ച് അന്വേഷിച്ച് ആരും അങ്ങനെ മോശമൊന്നും പറയില്ലാന്ന്. കാരണം ഞാനൊന്നും അങ്ങോട്ട് യോജിക്കില്ല. ഇങ്ങോട്ട് തന്നെ നല്ല കാര്യമാണ് എന്നിട്ട് അത്രയും പുള്ളീനെ പറ്റി വാദവരാതെ പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസിൽ ഇതിൽ പറയാൻ പറ്റും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാമെന്ന്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക.